प्रभु जय श्री राम जय श्री राम जय श्री राम जय श्री राम पुराली पिता दक्षय नामातिला मोहाजोग ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മളിപ്പോൾ ആസാമിലാണ് ഉള്ളത്. ആസാമിലെ ഗുവാഹത്തി എന്ന പട്ടണത്തിലാണ് നമ്മളുള്ളത്. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുവാഹത്തിയിലെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ നേരെ തവാങ്ങിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 6:47 ആയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കാമാക്കി ടെമ്പിള്, പിന്നെ അവിടുന്ന് നമ്മൾ കസിരംഗ നാഷണൽ പാർക്കിലോട്ട് ആണ് പോകുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. കാമാക്കി ടെമ്പിളിൻ്റെ നിയർ ബൈ ഇന്നലെ കുറേ തപ്പി നടന്നിട്ടൊന്നും റൂമൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഗുവാഹത്തി ടൗണിൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു ഹോട്ടൽ സ്റ്റേ ചെയ്തത് ഹൈ സിറ്റി ഇൻ പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവിടെയാണെങ്കിൽ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. കാമാക്കിയ ലെഫ്റ്റ്. നമ്മളിന്നലെ ഈ വഴിയൊക്കെ പോയതാട്ടോ. നമ്മൾ ഈ വഴി പോയി ടൗണിൽ ചെന്ന് കഴിഞ്ഞ് റൂമൊക്കെ അന്വേഷിച്ചത് കുറേ തപ്പി നടന്നു. കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് നേരെ നമ്മൾ തിരിച്ച് ഗുവാഹത്തി പോയി. എല്ലാം പക്ക ലോഡ്ജിന്റെ ഒരു ഇതാണ്. എല്ലാ ആൾക്കാരെല്ലാം തുപ്പിയും പോകുന്ന വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അന്ന് പറഞ്ഞ പോലത്തെ കണ്ടീഷനാണ്. ഒട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വൃത്തിയില്ല. റൂം ഞാനൊരു 2 എണ്ണം കണ്ടു. ടോയ്ലറ്റ് ഒക്കെ നമ്മുടെ ഈ റോഡ് സൈഡിലുള്ള പമ്പില് ടോയ്ലറ്റ് ഒക്കെ ഇതിനേക്കാളും 10 times ഫാർ ബെറ്റർ ആയിട്ടാ തോന്നിയത്. അല്ല, ഇപ്പൊ റോഡ് സൈഡിലുള്ള പമ്പൊക്കെ പിന്നെ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാം ക്ലീൻ ആയി. നമ്മൾ ഇന്നലെ നടന്ന് ഇവിടം വരെ എത്തി. നമ്മളിത് ക്രോസ് ചെയ്തല്ലോ. ഇവിടെ ഞാൻ ഇവിടെ ക്രോസ് ചെയ്തോളൂ. കഴിഞ്ഞ് ലെഫ്റ്റ് കീപ്പ് ചെയ്തു ബെറ്റർ. റോഡൊക്കെ കാണാൻ രസമാണ് കേട്ടോ. റോഡും ടൗണൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ നീറ്റ്നെസ് ഇച്ചിരി കുറവാണ്. ഇപ്പം നമ്മൾ കാമാക്കി ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്ന എൻട്രൻസിലുള്ള കവാടം കടന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ആടിനെയൊക്കെ ആണെങ്കിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. കുഞ്ഞാടുകൾ. ഈ കൊട്ടയ്ക്കകത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് ട്രാവൽ കേട്ടോ. ഈ നേരെ കാണുന്ന കേട്ടോ മെയിൻ ടെമ്പിളിൻ്റെ ഏരിയ. ഇതിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ ജനറൽ ക്യൂ ഉണ്ട്, സ്പെഷ്യൽ ദർശൻ ക്യൂ ഉണ്ട്. ജനറൽ ക്യൂ ആണെന്നുണ്ടെങ്കിൽ പാസ്സൊന്നുമില്ല. സ്പെഷ്യൽ ദർശനാണെന്നുണ്ടെങ്കിൽ 501 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. ജനറൽ ക്യൂ ആണെങ്കിൽ നല്ല നീണ്ട ക്യൂ ആണ്. കാമാക്കി ക്ഷേത്രം. നീലാച്ചൽ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാമാക്കി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന താന്ത്രിക ആചാരങ്ങളുടെയും ഏറ്റവും പഴക്കമേറിയതും ബഹുമാനിക്കപ്പെടുന്നതുമായ കേന്ദ്രങ്ങളിലൊന്നാണിത്. കുലചാര തന്ത്രമാർഗത്തിന്റെ കേന്ദ്രവും ദേവിയുടെ ആർത്തവത്തെ ആഘോഷിക്കുന്ന വാർഷിക ഉത്സവമായ അംബുബാച്ചി മേളയുടെ സ്ഥലവുമാണ് ഈ ക്ഷേത്രം. ഘടനാപരമായി ക്ഷേത്രം 8-9 നൂറ്റാണ്ടിലേതാണ്. തുടർന്നുള്ള നിരവധി പുനർനിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു. അവസാന ഹൈബ്രിഡ് വാസ്തുവിദ്യ നീലാച്ചൽ എന്ന പ്രാദേശിക ശൈലി നിർവചിക്കുന്നു. ശാക്ത പാരമ്പര്യത്തിലെ 51 പീഠങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള 4 എണ്ണം കൂടിയാണിത്. പ്രകൃതിദത്തമായ കല്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന അനിക്കോണിക് യോനിയുടെ പ്രാഥമിക ആരാധന ഇന്നും തുടരുന്ന ഒരു പ്രാദേശിക ദേവതയുടെ സ്വയമേവയുള്ള ആരാധനാലയമായിരുന്നു യഥാർത്ഥത്തിൽ. ചരിത്രപരമായി 3 ഘട്ടങ്ങളിലായി ആരാധന പുരോഗമിച്ചുവെന്ന് അഭിപ്രായമുണ്ട്. മ്ലേച്ഛന്മാരുടെ കീഴിലുള്ള യോനി, പലാസിന്റെ കീഴിലുള്ള യോഗിനി, കോച്ചികളുടെ കീഴിലുള്ള മഹാവിദ്യകൾ.
ബെനികാന്ത കാകതി പറയുന്നതനുസരിച്ച് നരനാരായണൻ സ്ഥാപിച്ച പുരോഹിതന്മാർക്കിടയിൽ മാതൃവംശത്തിലെ ഗാരോസ് പന്നികളെ ബലിയർപ്പിച്ച് മുൻപ് കാമാക്കിയ സ്ഥലത്ത് ആരാധന നടത്തുന്നതായി ഒരു പാരമ്പര്യം നിലവിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മൃഗങ്ങളുമായും പക്ഷികളുമായും വരുന്ന ഭക്തർ ദേവിക്ക് സമർപ്പിക്കുന്ന പാരമ്പര്യം ഇന്നും തുടരുന്നു. ഇവിടെ വാമാചാരവും ദക്ഷിണാചാര രീതിയും അനുസരിച്ച് ദേവിയെ ആരാധിക്കുന്നു. ദേവിക്കുള്ള വഴിപാടുകൾ സാധാരണമായി പൂക്കളാണ്, പക്ഷേ മൃഗബലികൾ ഉൾപ്പെടുത്താം. പൊതുവെ പെൺമൃഗങ്ങളെ ബലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും 10 മഹാവിധികൾക്കായി സമർപ്പിക്കുന്ന വ്യക്തിഗത ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമുണ്ട്. അതായത് കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ദുമാവതി, ബഗലാമുഖി, മാതങ്കി, കമലാത്മിക. ഇവരിൽ ത്രിപുരസുന്ദരി, മാതങ്കി, കമല എന്നിവർ പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ വസിക്കുന്നു. മറ്റുള്ളവർ 7 ക്ഷേത്രങ്ങളിലായി വസിക്കുന്നു. ഈ ക്ഷേത്രം കാസിയുടെയും ഗാരയുടെയും പുരാതന യാഗസ്ഥലമായിരിക്കാമെന്നും കാസി ദേവതയായ കാമൈക്കയിൽ നിന്നാണ് ഈ പേര് ഉത്ഭവിച്ചതെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ അവകാശവാദങ്ങളെ ഈ ജനതകളുടെ നാടോടി കഥകൾ പിന്തുണയ്ക്കുന്നു. കാളിക പുരാണത്തിലെയും യോഗിനി തന്ത്രത്തിലെയും പരമ്പരാഗത വിവരണങ്ങളും കാമാഖ്യ ദേവി കിരാത ഉത്ഭവമാണെന്നും കാമാഖ്യയുടെ ആരാധന കാമരൂപം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ളതാണെന്നും രേഖപ്പെടുത്തുന്നു. ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ നിന്നുള്ള ബ്രഹ്മോത്രയുടെ വ്യൂ ആണ്. നല്ലൊരു കിടുക്കൻ വ്യൂ കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന കവാടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള നടപ്പാതയാണ് കാണുന്നത്. അമ്പലത്തിൻ്റെ ഏകദേശം പകുതി വരെ ഇതേപോലത്തെ നടപ്പാതയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബ്രഹ്മോത്ര റിവറിൻ്റെ വ്യൂ ആണ്. നല്ല വാസ്റ്റായിട്ട് നല്ല വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് കാണാൻ പറ്റുക. നല്ല വൈഡായിട്ടുള്ളൊരു റിവറാണ്. ആ കാണുന്നതൊക്കെ മോട്ടർ കേട്ടോ, ബാർജാണ്. അപ്പോൾ അത് വലിയ മോട്ടർ വെച്ച് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ മറ്റേ സ്റ്റാർ ഫ്രൂട്ട് നേരെ നേരെ ഇതൊരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ കേട്ടോ. ചെറിയൊരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ഒരു മാർക്കറ്റാണ്. പച്ചക്കറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിലത്തോടെയൊക്കെ വെച്ച് വിൽക്കുന്നത് കാണാൻ പറ്റും. വഴുതനയൊക്കെ എന്നാ സൈസ് ഉള്ളതാ. പക്ഷെ അത് ലെറ്റ്യൂസ് അല്ല, അത് പിന്നെ ചീര. ലെറ്റ്യൂസ് കുറച്ചും കൂടെ ഒരു ഇളം പച്ച വന്നിട്ടുള്ളൊരു സംഭവമാണ്. തനി നാടൻ ഗ്രാമം കാഴ്ച. സൈക്കിൾ റിക്ഷ കാണാം, സൈക്കിളിൽ പോകുന്ന ആൾക്കാർ. ആസാം പോലീസ് നിൽക്കുന്നുണ്ടോ? നല്ലൊരു നമ്മുടെ വിദേശത്തൊക്കെയുള്ള ഒരു സ്റ്റാൻഡേർഡ് നിൽക്കുന്ന പോലെ കേട്ടല്ലേ. ഞങ്ങൾ ഇന്നലെ ഈ മാളിൻ്റെ അകത്താട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹോട്ടൽ തപ്പി നടന്നത്. മാളിൽ പാർക്ക് ചെയ്തതിന് പാർക്കിംഗ് ഫീസ് ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇവിടെ ഒരു ശ്രദ്ധിച്ച കാര്യമേ, ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം വിൽക്കുന്നത് സൈക്കിളിലാട്ടോ. സൈക്കിളെല്ലാം നിരത്തിയിട്ടിട്ട് 2 സൈഡിലും കൊട്ടയും സെൻറ്ററിലും കൊട്ടയൊക്കെ വെച്ചിട്ട് അതിനകത്ത് നിറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നടന്നാണ് വിൽക്കുന്നത്. എല്ലാം നിലത്ത് വെച്ച് വിൽക്കുന്നവരും ഉണ്ട്. നമ്മളിപ്പോൾ വീണ്ടും ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്യാൻ പോവാണ്.
നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് സാരാഘട്ട് പാലം. ഒരു റെയിൽ റോഡ് പാലമാണ്. സംസ്ഥാനത്ത് നദിക്ക് കുറുകെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പാലമാണിത്. പാലത്തിന്റെ നീളം 1492 മീറ്ററും പാലത്തിന്റെ റോഡിന് 7.3 മീറ്റർ വീതിയുമുണ്ട്. 1959 1962 ഇടയിൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് അന്ന് 10.6 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിച്ചത്. 1962 സെപ്റ്റംബറിൽ പാലം പണി പൂർത്തിയാക്കി. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് രണ്ടാമത്തെ സാരാഘട്ട് പാലം എന്നറിയപ്പെടുന്ന ന്യൂ സാരാഘട്ട് പാലം. ഇതൊരു ബീം പാലമാണ്. 2007 പാലത്തിന് നിർമ്മാണം ആരംഭിച്ചത്. 1493.58 മീറ്റർ ആണ് പാലത്തിന്റെ ആകെ നീളം. പാലം പണി പൂർത്തിയാക്കാൻ 475 കോടി രൂപ ചെലവായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനിയായ ഗാമൺ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ പാലം നിർമ്മിച്ചത്. 2017 ജനുവരി 28 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ 3 വരി പാത ഉദ്ഘാടനം ചെയ്തത്. എത്ര റേറ്റിന്? എത്ര എണ്ണത്തിന്? 12 എണ്ണത്തിന്. ഇതാ അതോ 60. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട കേട്ടോ. ഇവര് ഈ 3 പേര് ആസാമിൽ നിന്ന് അയോധ്യ വരെ നടന്ന് പോവാട്ടോ. നടന്ന് കാഴ്ചകളെ കണ്ട് അയോധ്യ വരെ. ഹാപ്പി ജേർണി. ജയ് ശ്രീറാം. Jai Sri Ram, Jai Sri Ram, Jai Sri Ram. ബാഗിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ടെന്റും ഉണ്ട്. പിന്നെ അവര് പോകുന്ന വഴിക്ക് വ്ലോഗൊക്കെ ചെയ്തിട്ട് പോണേ. ഗുവാഹത്തിയുടെ വടക്ക് പടിഞ്ഞാറ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര നഗരമാണ് ഹാജോ. നേരെ കാണുന്ന കേട്ടോ അമ്പലം. അപ്പം അമ്പലത്തിൻ്റെ നേരെ താഴെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുളമുണ്ട്. അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് കയറി പോകുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കളും മാലകളും ഒക്കെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ഹാജോയിലെ വിവിധ മലനിരകളിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാരണം ബുദ്ധമതക്കാരുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സംഗമ സ്ഥാനമാണിത്. ഏകദേശം 1200 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലും സ്മാരകങ്ങളിലും ചരിത്രവും ലിഖിതങ്ങളും വാസ്തുവിദ്യകളും സംരക്ഷിക്കുന്നതിനാൽ ഹാജോ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്രപരവും പുരാവസ്തുപരവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. കാണുന്ന എല്ലാം ഗ്രാമങ്ങളാട്ടോ. ഇവിടുത്തെ ഗ്രാമത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വീടിൻ്റെ മേൽക്കൂരയാണെന്നുണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് വിരിച്ചേക്കുന്നതാണ്. നമ്മുടെ അങ്ങോട്ട് ഓടൊന്നും ഇവിടെ കാണാനില്ല. നമ്മൾ കാപ്പുടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഹാജോ എന്ന സ്ഥലത്തേക്കാണ്. ഹാജോയിലെ ശ്രീ ശ്രീ ഹയഗ്രീവ മാധവ് മന്ദിർ ഒരു ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ മന്ദിർ ഇരിക്കണേ. प्रभु भोलानाथ ओ है प्रभु त्रिपुरारी পিতা দক্ষয় নামাতিলা মহাযজ্ঞ করি প্রভু ভোলানাথে অপ্রভু ভোলানাথে. 11-ാം നൂറ്റാണ്ടിൽ കാമരൂപത്തിൽ രചിക്കപ്പെട്ട കാളികാ പുരാണം വിഷ്ണുവിൻ്റെ ഈ രൂപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മോനിക്കോട്ട് കുന്നിലെ അദ്ദേഹത്തിൻ്റെ അവസാന സ്ഥാപനത്തെക്കുറിച്ചും പറയുന്നു. 1583 രഘുദേവ നാരായൺ രാജാവാണ് ഇന്നത്തെ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ പാല രാജവംശത്തിലെ രാജാവാണ് 10-ാം നൂറ്റാണ്ടിൽ ഇത് നിർമ്മിച്ചത്. ഇതൊരു ശിലാക്ഷേത്രമാണ്. അതിൽ ഹയഗ്രീവ മാധവന്റെ പ്രതിമയുണ്ട്. ചില ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നത് ബുദ്ധൻ നിർവ്വാണം നേടിയ സ്ഥലമാണിത്. ഹിന്ദു ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഹയഗ്രീവ മാധവ ക്ഷേത്രം എന്നാണ്. ഈ ഗംഭീരമായ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണുവാണ്. ശ്രീകോവിൽ കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത ഒരു വിഗ്രഹമായി ആരാധിക്കപ്പെടുന്നു. മറ്റ് 4 ശിലാവിഗ്രഹങ്ങൾ ഉപദേവതകളായി ആരാധനയിലുണ്ട്. ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ക്ഷേത്രത്തിന്റെ ചുവരുകളുടെ ഏറ്റവും താഴ്ന്ന നിലയിൽ കൊത്തിയ ആനകളുടെ തുടർച്ചയായ നിരയാണ്. എല്ലോറയിലെ കല്ലുകൊണ്ട് മുറിച്ച ക്ഷേത്രത്തിന് സമാനമായ ഒരു ഘടന.
ശ്രീകോവിലിന്റെ പുറം ചുവരുകളിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളുടെയും ഘോഷയാത്രയിലെ ഭക്തരുടെയും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും എപ്പിസോഡിക് രംഗങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ദൗൾ, ബിഹു, ജന്മാഷ്ടമി ഉത്സവങ്ങൾ എല്ലാ വർഷവും ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. মহাযজ্ঞ করি প্রভু ভোলানাথে। ഈ കുരങ്ങന്മാർ കണ്ടോ? നമ്മുടെ നാട്ടിൽ കാണുന്ന കൂട്ട് കുരങ്ങന്മാരില്ല കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു കുരങ്ങാണ്. ബാക്ക് സൈഡൊക്കെ ആണെങ്കിൽ റോസ് കളറിൽ കുഞ്ഞു കുരങ്ങന്മാർ കണ്ടോ? ഇവിടെ കുരങ്ങന്മാരുടെ നല്ല ശല്യം കേട്ടോ. ഇവിടുന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന പൂവും പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മാർ മേത്ത് കയറി തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകും. ഇവിടുത്തെ ആസാമിലെ ആൾക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് കണ്ടോ? ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് അവർ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. സാരി കൊടുത്തേക്കുന്നത് കണ്ടോ? ചില വീടൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഫുഡിലും ടിൻ ഷീറ്റാണ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉൾഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. ഉൾഗ്രാമത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ അമ്പലത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ആയിരത്തി 1744 അഹോം രാജാവായ പ്രമത്ത സിംഗയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ ഗണേശ ക്ഷേത്രം. ചതുരാകൃതിയിലുള്ള ഗർഭഗൃഹവും ദീർഘചതുരാകൃതിയിലുള്ള മുഖമണ്ഡപവും ഉൾക്കൊള്ളുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലെ കൂറ്റൻ കല്ലിൽ ഗണപതിയുടെ രൂപം കൊത്തിയെടുത്തിരിക്കുന്നു. ചുണ്ണാമ്പ് സുറുക്കി പുരട്ടിയ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ് ക്ഷേത്രം. ഇപ്പം നമ്മുടെ സൈഡിലാണെങ്കിൽ മുഴുവൻ കടുക് പാടങ്ങളാണെങ്കിൽ പൂത്ത് നിൽക്കുവാണ് നല്ല ഭംഗിയായിട്ട്. കാമേശ്വര ടെമ്പിൾ എന്നൊരു ടെമ്പിൾ നോക്കി പോയതാ. ഗൂഗിൾ നമ്മളെ പറ്റിച്ചു. ടെമ്പിളും കണ്ടില്ല. പിന്നെ നമ്മൾ ആ കണ്ടത് ഈ പൂത്ത് നിൽക്കുന്ന കടുക് പാടം മാത്രം. നല്ല രസം കേട്ടോ. ആസാം നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ നമുക്ക് പശുക്കളും ആടുകളും ഒക്കെ പുല്ലൊക്കെ മേഞ്ഞ് നിൽക്കുന്നത് കാണാം. ഒരു കുഞ്ഞു ഡാമിനെ കണ്ടോ? കുറച്ച് മുമ്പാണെങ്കിൽ അവൻ ഇതിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. നമ്മങ്ങനെ വഴി കണ്ടുപിടിച്ച് കാമേശ്വര ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നു പോയി തെറ്റിപ്പോയ വഴിയുടെ തൊട്ടിപ്പുറയാണ്. ആ നടന്നു പോയ വഴിയുടെ തൊട്ട് സൈഡിലുള്ള ഒരു മലയാട്ടോ. മലയുടെ മുകളിലാണ് ടെമ്പിള്. ഈ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പകുതി സ്റ്റെപ്പ് കയറി കഴിഞ്ഞു. മലയുടെ സൈഡൊക്കെ ആണെങ്കിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് തേക്കൊക്കെ നട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ടെമ്പിളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് ഇതൊക്കെ. ഇവിടുത്തെ ടെമ്പിളിൻ്റെ എല്ലാ ടെമ്പിളിൻ്റെ തന്നെ സ്ട്രക്ചറിൻ്റെ ഷേപ്പ് ഒരേപോലെ കേട്ടോ.
അമ്പലത്തിൻ്റെ കുന്നിൻ്റെ മുകളിൽ നിൽക്കുവാണ്. കുന്നിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഗ്രാമം കാണാം. പിന്നെ ഇങ്ങനെ വഴി പോകുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുരങ്ങന്മാർ കയറിയിരിപ്പുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം കൂട്ടമായിരുന്ന് പേമ്പറക്കലും ഒക്കെയാണ് പരിപാടി. മരം നല്ല ഉതിരവ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ കയറി ഇറങ്ങി തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടകളുടെയൊക്കെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ പെട്രോളൊക്കെ കുപ്പിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പോകുന്ന ചേട്ടനെ കണ്ടോ. നമ്മൾ ആസാമിലെ ഉൾഗ്രാമത്തിൽ കയറിയുള്ളൂ. അല്ല, ഉൾഗ്രാമം മാത്രമല്ല, ആൾക്കാരെ ആ കൊച്ചിനെ കണ്ടി നമ്മുടെ നാട്ടിലെ പിള്ളേരെ പോലെ. കേട്ടോ, ഇതൊരു വീടാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ, പച്ചക്കറി അതേപോലെ പിന്നെ അവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ അവർ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പം വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാം. അവരവിടെ ഇരിക്കുന്നൊന്നുമില്ല, അതാണ്. അതെ അതെ, അവിടെ ഇരിക്കുന്നില്ല. അവിടെ വച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് മേടിക്കണമായിരിക്കും. കടയാട്ടോ. ഇത് കണ്ടോ, ഒരു വീടാണ്. ആ വീടിന്റെ ഫ്രണ്ടില് ചീര കണ്ടോ, ബക്കറ്റ് വെച്ചാൽ കണ്ടോ. ബക്കറ്റിലെ ഒരു തൊട്ടി പോലത്തെ ഒരു കൊട്ടയില് സൂപ്പർ. ഒരു കൊച്ചു മാർക്കറ്റ്. വീഡിയോയുടെ ലെന്ത് ഓൾറെഡി തന്നെ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കസിരംഗ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ കാണാം. ബൈ.